ഭാഷാ പഠനം എന്ന് പറയുന്നത് നമ്മുടെ മെറിറ്റ്, മാർക്ക്, ഏജ്, ഇന്റലിജൻസ് ഇതൊന്നും പ്രധാനപ്പെട്ട കാര്യമല്ല. എന്തെങ്കിലും റീസൺ കൊണ്ട് നാളെ നാട്ടിലേക്ക് തിരിച്ചു വരേണ്ടി വന്നാൽ ഹൗസ് ബിൽഡിംഗ് സർട്ടിഫിക്കറ്റ് കൊണ്ട് ഇവിടെ ജോലി ചെയ്യാൻ പറ്റുമോ? മലയാളികളായിട്ടുള്ള നമ്മൾ ജർമ്മൻ ലാംഗ്വേജ് പഠിക്കാൻ പുറപ്പെടുമ്പോൾ നമുക്ക് തികച്ചും അപരിചിതമായ ഒരു ഭാഷയല്ല ജർമ്മൻ എന്ന് പറയുന്നത്. ജർമ്മൻ ഭാഷ പഠിക്കാൻ ഒരാൾ തീരുമാനം എടുക്കുമ്പോൾ അവരെ പിന്നോട്ട് വലിക്കുന്ന ഏറ്റവും വലിയൊരു ഫാക്ടറാണ് ജർമ്മൻ ഭാഷ ഡിഫിക്കൽട്ട് ആണ് എന്നുള്ളത്. പക്ഷേ അതിന്റെ റിയാലിറ്റി അങ്ങനെയല്ലോ. ജർമ്മനി പോകാൻ നിങ്ങൾക്ക് പാസ്പോർട്ട് കിട്ടാൻ നിങ്ങൾ ജർമ്മൻ ലാംഗ്വേജിൽ ഫസ്റ്റ് റാങ്ക് വാങ്ങേണ്ട ആവശ്യമില്ല. ജസ്റ്റ് പാസ്സായാൽ മതി എന്നുള്ളത്. ജർമ്മൻ ഭാഷ പഠിക്കാൻ ഒരാൾ തീരുമാനം എടുക്കുമ്പോൾ അവരെ പിന്നോട്ട് വലിക്കുന്ന ഏറ്റവും വലിയൊരു ഫാക്ടറാണ് ജർമ്മൻ ഭാഷാ പഠനം ബുദ്ധിമുട്ടാണ്, ഡിഫിക്കൽട്ട് ആണ് എന്നുള്ളത്. പക്ഷേ അതിന്റെ റിയാലിറ്റി അങ്ങനെയല്ലോ. അപ്പം ഇത് എത്രത്തോളം എളുപ്പമാണ് അല്ലെങ്കിൽ ഡിഫിക്കൽട്ട് ആണോ? അങ്ങനെയാണെങ്കിൽ അതിന്റെ കാര്യങ്ങളെക്കുറിച്ച് സാറിന് പറയാമോ? തീർച്ചയായിട്ടും എന്നെ സങ്കടപ്പെടുത്തുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു വിഷയമാണിത്. പലപ്പോഴും കുട്ടികളും മാതാപിതാക്കളും ജർമ്മൻ ലാംഗ്വേജ് പഠിക്കാൻ ബുദ്ധിമുട്ടാണെന്നുള്ള ഒരു കാര്യം ഉണ്ടാക്കി വെച്ചിരിക്കുകയാണ്. ഇതിൻ്റെ യഥാർത്ഥ റീസൺ എന്ന് പറയുന്നത് പലപ്പോഴും ക്വാളിറ്റി കുറഞ്ഞ സ്ഥലത്ത് പോയി പഠിക്കാൻ ശ്രമിക്കുന്നത് കൊണ്ടും ഓൺലൈനായി ജർമ്മൻ ലാംഗ്വേജ് പഠിക്കാൻ തയ്യാറാവുന്നതിൻ്റെ ഭാഗമായിട്ടാണ് ഇത്തരത്തിലുള്ളൊരു പ്രചരണം ഉണ്ടായതായിട്ട് വരുന്നത്. ഇത്തരത്തിലുള്ള ആളുകൾ പരാജയപ്പെടുമ്പോൾ അവർ എന്തുകൊണ്ടാണ് പരാജയപ്പെട്ടതെന്ന് ശരിയായ അർത്ഥത്തിൽ വിവേചിച്ച് മനസ്സിലാക്കാതെ മൊത്തത്തിൽ ഇത് ബുദ്ധിമുട്ടാണെന്ന് പറയുകയാണ് ചെയ്യുന്നത്. ജർമ്മൻ ലാംഗ്വേജ് പഠിച്ച് ഹൗസ് ബിൽഡിംഗ് പ്രോഗ്രാമിന് പോകാൻ ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥികളോടും മാതാപിതാക്കളോടും അതുപോലെ തന്നെ ജർമ്മൻ ലാംഗ്വേജ് പഠിച്ച് ജർമ്മനിൽ ഒരു രജിസ്ട്രേഡ് നേഴ്സ് ആവാൻ ആഗ്രഹിക്കുന്ന നേഴ്സുമാരോടും ജർമ്മൻ ലാംഗ്വേജ് എങ്ങനെ എളുപ്പത്തിൽ പഠിക്കാൻ വേണ്ടി സാധിക്കും എന്നുള്ളൊരു കാര്യത്തെ പറ്റിയാണ് ഞാൻ സംസാരിക്കാൻ വേണ്ടി പോകുന്നത്. ഒന്നാമതായി നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ജർമ്മൻ ഭാഷ എന്ന് പറയുന്നത് നമുക്ക് തികച്ചും അപരിചിതമായ ഒരു ഭാഷയല്ല. ജർമ്മൻ ലാംഗ്വേജ് ഇംഗ്ലീഷുമായിട്ട് കണക്റ്റഡ് ആയിട്ടുള്ള ഒരു ലാംഗ്വേജാണ്. നമ്മളെല്ലാവരും നമ്മുടെ സ്കൂൾ വിദ്യാഭ്യാസത്തിൽ ഇംഗ്ലീഷ് ഭാഷ പഠിച്ചിട്ടുള്ള ആളുകളാണ്. അപ്പോൾ നമ്മൾ ജർമ്മൻ ഭാഷ പഠിക്കാൻ പോകുമ്പോൾ നമുക്ക് ആ ഇംഗ്ലീഷ് പഠിച്ചതിൻ്റെ ഒരു പ്രയോജനം നമുക്ക് ജർമ്മൻ ലാംഗ്വേജ് പഠിക്കുമ്പോൾ കിട്ടും. അതായത് ജർമ്മൻ ലാംഗ്വേജ് പഠിക്കുമ്പോൾ നമുക്ക് പുതുതായിട്ട് ലിപികളൊന്നും തന്നെ പഠിക്കേണ്ടതില്ല. ഇംഗ്ലീഷ് ഭാഷയുടെ അതേ ലിപികൾ തന്നെയാണ് ജർമ്മൻ ഭാഷയിലുള്ളത്. പ്രൊനൗൺസിയേഷൻ കുറേ സെയിം ആയിട്ടുള്ള കാര്യങ്ങളുണ്ട്, കുറേ അർത്ഥങ്ങൾ മീനിങ് സെയിം ആയിട്ട് വരുന്ന സന്ദർഭങ്ങളുണ്ട്, ഗ്രാമർ കുറേ സെയിമായിട്ട് വരുന്ന ഒരു കാര്യമാണ്. മലയാളികളായിട്ടുള്ള നമ്മൾ ജർമ്മൻ ലാംഗ്വേജ് പഠിക്കാൻ പുറപ്പെടുമ്പോൾ നമുക്ക് തികച്ചും അപരിചിതമായ ഒരു ഭാഷയല്ല ജർമ്മൻ എന്ന് പറയുന്നത്. ഇതിനെ നമ്മൾ എങ്ങനെ താരതമ്യം ചെയ്യണമെന്ന് ചോദിച്ചാൽ, നമ്മൾ നാളെ ചൈനീസ് ഭാഷയാണ് പഠിക്കാൻ വേണ്ടി പ്ലാൻ ചെയ്യുന്നു എന്ന് വിചാരിക്കുക. നമ്മൾക്ക് എന്തെല്ലാം കാര്യങ്ങൾ പുതുതായിട്ട് പഠിക്കണം. ആദ്യം ചൈനീസ് ലിപി പുതുതായിട്ട് പഠിക്കണം. നമുക്ക് ഒരു വിധത്തിലും നമുക്ക് അതുമായിട്ട് ഒരു കണക്ഷനും ഇല്ലാത്ത പുതിയ ലിപികൾ പഠിക്കണം. ആ ലിപികൾ എഴുതാൻ വേണ്ടി പഠിക്കണം. ആ ലിപികൾ ഉച്ചരിക്കാൻ വേണ്ടി പഠിക്കണം. അതിൻ്റെ തികച്ചും വ്യത്യസ്തമായിട്ടുള്ള മീനിങ് പഠിക്കണം, ഗ്രാമർ പഠിക്കണം. ഇതെല്ലാം പഠിച്ചാൽ മാത്രമേ നമുക്ക് ആ ഭാഷ പഠിക്കാൻ വേണ്ടി സാധിക്കൂ. ഇപ്പം നമ്മുടെ കേരളത്തിന് നമ്മുടെ അയൽ സംസ്ഥാനമായ കർണാടകയിലെ കന്നഡയാണ് നമ്മൾ പഠിക്കാൻ വിചാരിക്കുന്നത്. ഇതേപോലെയുള്ള എല്ലാ ഘട്ടത്തിലൂടെ നമ്മൾ കടന്നു പോകണം. പുതിയ ലിപികൾ പഠിക്കണം, അർത്ഥങ്ങൾ പഠിക്കണം, ഉച്ചാരണം പഠിക്കണം, ഇതെല്ലാം പഠിക്കണം. ഇപ്പം നമ്മുടെ മലയാളം ഭാഷ അറിയാത്ത ഒരാൾ മലയാളം പഠിക്കാൻ വേണ്ടി തീരുമാനിച്ചാലും ഇതേ പ്രശ്നങ്ങളുണ്ട്. നമുക്ക് 56 അക്ഷരങ്ങൾ പഠിക്കണം. കൂട്ടക്ഷരങ്ങളുണ്ട്, ചില്ലക്ഷരങ്ങളുണ്ട്. ഓരോ അക്ഷരങ്ങൾക്ക് തന്നെ വിവിധ അർത്ഥ വ്യത്യാസങ്ങളുണ്ട്. അതിൻ്റെ പ്രൊനൗൺസിയേഷൻ വ്യത്യസ്തമായിട്ടുള്ള അക്ഷരങ്ങളുണ്ട്. ഇപ്പോൾ നമ്മൾ ക, ഖ, ഘ, ക, ങ 5 വിധത്തിൽ 5 അക്ഷരങ്ങൾ ഒരേ അർത്ഥത്തിൽ നമുക്ക് പ്രൊനൗൺസ് ചെയ്യാൻ വേണ്ടി സാധിക്കും. ഇപ്പോൾ നമുക്ക് ഗദയുടെ ഗായാണോ നഖത്തിൻ്റെ ഗായാണോ എന്ന് ചോദിച്ചാൽ ഒരുവിധപ്പെട്ട കുട്ടികൾക്കൊക്കെ കൺഫ്യൂഷൻ വരും. എന്നാൽ ജർമ്മൻ ലാംഗ്വേജ് പഠിക്കുമ്പോൾ ഇങ്ങനത്തെ യാതൊരുവിധ കൺഫ്യൂഷൻ്റെ ആവശ്യമില്ല. നമ്മൾ പഠിച്ചിട്ടുള്ള ഇംഗ്ലീഷിൻ്റെ എക്സ്റ്റൻഡഡ് ആയിട്ടുള്ള ഒരു ലാംഗ്വേജായിട്ട് ജർമ്മൻ ലാംഗ്വേജ് നമുക്ക് പഠിക്കാൻ പറ്റുമെന്നുള്ള കാര്യം ഒന്നാമതായി കുട്ടികളും മാതാപിതാക്കളും മനസ്സിലാക്കണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. രണ്ടാമതായിട്ട് എനിക്ക് നിങ്ങളോട് പറയാനുള്ളൊരു കാര്യം എന്ന് പറയുന്നത്, നമുക്കൊരു ഭാഷ പഠിക്കാനായിട്ട് നമ്മുടെ ബുദ്ധിശക്തിയോ ഇൻ്റലിജൻസോ അല്ല ആവശ്യം. പ്രാക്ടീസ് ചെയ്യാൻ തയ്യാറുള്ള, ആ ഭാഷയിലേക്ക് ഇൻവോൾവ് ചെയ്യാൻ തയ്യാറുള്ള, കൺസിസ്റ്റൻ്റ് ആയിട്ട് അതിൽ നിൽക്കാൻ തയ്യാറുള്ള എല്ലാ ആളുകൾക്കും ഭാഷ പഠിക്കാൻ വേണ്ടി സാധിക്കും. നമ്മുടെ മാർക്ക്, നമ്മുടെ ഏജ്, നമ്മുടെ മെറിറ്റ് ഇതൊന്നും ഭാഷ പഠിക്കാനായിട്ട് നമ്മളെ തടസ്സപ്പെടുത്തുന്ന കാര്യങ്ങളല്ല. 1-2 ഉദാഹരണങ്ങൾ പറയുമ്പോൾ ഇത് വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കും. ഇപ്പം ഒരു ഏജുള്ള ഒരാൾ എന്ന് വിചാരിക്കുക, ഒരു 55 വയസ്സുള്ള ഒരാൾ, ഒരു വിദ്യാഭ്യാസവും ഇല്ലാത്ത ഒരാളാണെന്ന് വിചാരിക്കുക. ഈ ആൾ ഡൽഹിയിലോ നോർത്ത് ഇന്ത്യയിലുള്ള ഏതെങ്കിലും ഒരു സ്ഥലത്തോ പോയി 1 വർഷക്കാലം ജീവിക്കുകയാണെങ്കിൽ ആരും പഠിപ്പിക്കാതെ തന്നെ ആൾക്ക് ഹിന്ദി പഠിക്കാൻ വേണ്ടി സാധിക്കും. ഒരാളും പഠിപ്പിക്കേണ്ട ആവശ്യമില്ല. അതായത് അവരാ ഭാഷയിൽ ഇൻവോൾവ് ചെയ്ത് അതിലേക്ക് ഇറങ്ങിച്ചെന്ന് സ്വയം അവർക്ക് പഠിക്കാനായിട്ടുള്ള കഴിവുണ്ട്. ഇപ്പം നമ്മുടെ നാട്ടിൽ തന്നെ ആലോചിച്ച് നോക്കുക, ഈ
നോർത്ത് ഇന്ത്യയിൽ നിന്നുള്ള തൊഴിലാളികൾ ധാരാളമായി വന്ന് ജോലി ചെയ്യുന്നതുകൊണ്ട് നമ്മുടെ നാട്ടിൽ നിന്ന് കെട്ടിട നിർമ്മാണ മേഖലയിൽ പോകുന്ന എല്ലാ ആളുകൾക്കും ഇന്ന് ഹിന്ദി അറിയാം. കടയിൽ കച്ചവടം ചെയ്യുന്ന ആളുകൾക്ക് ഇന്ന് ഹിന്ദി അറിയാം. ഒരുവിധപ്പെട്ട ആളുകൾക്കെല്ലാം ഇന്ന് ഹിന്ദി അറിയാം. അതായത് ഹിന്ദി സംസാരിക്കുന്ന ആളുകളുമായിട്ടുള്ള സഹവാസം കൊണ്ടാണ് നമ്മൾ വളരെ വേഗം ഹിന്ദി പഠിച്ചിട്ടുള്ളത്. അപ്പം ഭാഷാ പഠനം എന്ന് പറയുന്നത് നമ്മുടെ മെറിറ്റ്, മാർക്ക്, ഏജ്, ഇൻ്റലിജൻസ് ഇതൊന്നും പ്രധാനപ്പെട്ട കാര്യമല്ല. നമ്മൾ അതിലേക്ക് തയ്യാറാണോ, അതിലേക്ക് ഇറങ്ങിച്ചെല്ലാൻ നമ്മൾ തയ്യാറാണെങ്കിൽ, അത് പ്രാക്ടീസ് ചെയ്യാൻ തയ്യാറാണെങ്കിൽ നമുക്ക് ഭാഷ പഠിക്കാനായിട്ട് വളരെ എളുപ്പത്തിൽ സാധിക്കും എന്നുള്ളതാണ് ഒരു കാര്യം. നമ്മൾ ആലോചിച്ച് നോക്കുക, നമ്മളെല്ലാവരും LKG 4ാമത്തെ വയസ്സിൽ നമ്മൾ LKGയിൽ ചേരുന്നുണ്ട്. ഈ 4ാമത്തെ വയസ്സിൽ നമ്മൾ മലയാളം നല്ല ഫ്ലുവൻ്റായിട്ട് സംസാരിക്കാൻ പഠിച്ചിട്ടാണ് നമ്മൾ സ്കൂൾ വിദ്യാഭ്യാസത്തിലേക്ക് പോകുന്നത്. അതായത് നമ്മുടെ ഏറ്റവും ബുദ്ധി ഉറയ്ക്കാത്ത ശൈശവ പ്രായത്തിൽ ഒരു ലാംഗ്വേജ് കൈകാര്യം ചെയ്യാൻ നമുക്ക് കഴിവുണ്ടായിട്ടുണ്ടെങ്കിൽ, നിങ്ങൾ +2 കഴിഞ്ഞ് ഇത് നിങ്ങളുടെ ജീവിതത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണെന്നുള്ള തിരിച്ചറിവോടുകൂടി ഇത് പഠിക്കാൻ തുടങ്ങിയാൽ നിങ്ങൾക്ക് എത്ര പെട്ടെന്ന് നിങ്ങൾക്ക് പഠിക്കാൻ വേണ്ടി സാധിക്കും. എല്ലാ മനുഷ്യർക്കും ജനറ്റിക്കായി, അതായത് അവർ ജനിക്കുമ്പോൾ തന്നെ അവർക്ക് ഇൻബോണായിട്ട് കിട്ടുന്ന ഒരു കഴിവാണ് നമ്മൾ പുതിയൊരു സാഹചര്യവുമായിട്ട് വളരെ വേഗം അഡോപ്റ്റഡ് ആവാനായിട്ടുള്ളൊരു കഴിവ്. അതായത് നമ്മളെ ഏത് സാഹചര്യത്തിൽ നമ്മളെ കൊണ്ടുപോയി ആക്കിയാലും ആ സാഹചര്യത്തോട് വളരെ വേഗം ഇഴുകിച്ചേർന്ന് നമുക്ക് ജീവിക്കാനുള്ളൊരു കഴിവ് നമുക്ക് മനുഷ്യർക്ക് നമ്മുടെ ജീനിനുള്ളിൽ ബിൽഡ് ചെയ്ത് കിട്ടുന്ന ഒരു കാര്യമാണ്. ഇപ്പം നമ്മുടെ നാട്ടിൽ ജനിച്ചു വളർന്ന ഒരാളെ അമേരിക്കയിൽ കൊണ്ട് ആക്കിയാൽ 1 വർഷം കൊണ്ട് അവിടുത്തെ സാഹചര്യവുമായി ഇണങ്ങിച്ചേർന്ന് അവിടുത്തെ ഭാഷ പഠിച്ച് അവിടുത്തെ ആളുകളുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് ജീവിക്കാനുള്ളൊരു കഴിവ് നമുക്കുണ്ട്. നാളെ നമ്മളെ ചന്ദ്രനിൽ കൊണ്ടുപോയി ആക്കിയാലും ആ ചന്ദ്രനിൽ അഡോപ്റ്റ് ചെയ്ത് ജീവിക്കാനുള്ളൊരു കഴിവ് നമുക്കുണ്ട്. അവിടെ നമ്മൾ ഇതുവരെ കേട്ടിട്ടില്ലാത്തൊരു പുതിയ ഭാഷ സംസാരിക്കുന്ന ആളുകൾ ചന്ദ്രനിലുണ്ടെങ്കിൽ ആ ആളുകളുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് ജീവിക്കാനുള്ളൊരു കഴിവ് നമുക്ക് നമ്മുടെ ഉള്ളിൽ, ഭാഷാപരമായ ഒരു കഴിവ് നമ്മുടെ ജീനിനുള്ളിൽ ഇൻബിൽറ്റ് ചെയ്തിട്ടാണ് മനുഷ്യരെ ഭൂമിയിലേക്ക് അയച്ചിട്ടുള്ളത്. അപ്പം ഭാഷാ പഠനം എന്ന് പറയുന്നത് നമുക്ക് ഒട്ടും ബുദ്ധിമുട്ടുള്ളൊരു കാര്യമല്ലെന്ന് നമ്മൾ രണ്ടാമതായിട്ട് മനസ്സിലാക്കുക. മൂന്നാമതായിട്ട് എനിക്ക് പറയാനുള്ളൊരു കാര്യം, നമ്മൾ മറ്റ് ഏതൊരു സബ്ജക്റ്റ് പഠിക്കുന്നതിൽ നിന്നും വ്യത്യസ്തമായിട്ട് ഭാഷ പഠിക്കാൻ എളുപ്പമാക്കുന്ന ഒട്ടനവധി കാര്യങ്ങളുണ്ട്. അതായത് ഒരു ഭാഷാ പഠനത്തിൽ നമുക്ക് നമ്മളുടെ പാഷനേറ്റ് ആയിട്ടുള്ള കാര്യങ്ങളെ ഉൾപ്പെടുത്തി നമുക്ക് പഠിക്കാൻ വേണ്ടി സാധിക്കും. അപ്പോൾ പല ആളുകൾക്കും പല കാര്യങ്ങളോടും ഇഷ്ടവും താല്പര്യമൊക്കെ ഉണ്ട്. ചില ആളുകൾക്ക് പുസ്തകങ്ങളൊക്കെ വായിക്കുന്നത് വളരെ ഇഷ്ടപ്പെട്ട കാര്യമായിരിക്കാം. ചിലർക്ക് സിനിമ കാണുന്നത് ഇഷ്ടമുള്ള ആളുകളുണ്ടാവാം. ഒരു ദിവസം തന്നെ 4 സിനിമ കണ്ടാലും മടുക്കാത്ത ആളുകളുണ്ടാവാം. ചിലർക്ക് സ്പോർട്സിനോടായിരിക്കും ഭയങ്കര ഇഷ്ടമുള്ള ആളുകൾ. ക്ലാസ് കട്ട് ചെയ്ത് സ്പോർട്സ് പരിപാടികൾ കാണുന്ന ആളുകൾ ധാരാളം ഉണ്ടാവാം. അതുപോലെ തന്നെ പാചകം ഇഷ്ടമുള്ളവരുണ്ടാവാം, മ്യൂസിക് ഇഷ്ടമുള്ളവരുണ്ടാവാം, അതുപോലെ തന്നെ ഡാൻസ് ഇഷ്ടമുള്ളവരുണ്ടാവും. അങ്ങനെ ഓരോ ആളുകൾക്കും വ്യത്യസ്തമായിട്ടുള്ള അഭിരുചികളും താല്പര്യങ്ങളും പാഷനും ഒക്കെ ഉണ്ടാവും. നമ്മുടെ ഈ പാഷനെ ഭാഷാ പഠനത്തോട് കണക്ട് ചെയ്യുകയാണെങ്കിൽ നമുക്ക് വളരെ വേഗം ഭാഷ പഠിക്കാൻ വേണ്ടി സാധിക്കും. ഇപ്പം എനിക്ക് സിനിമ കാണുന്നതാണ് ഭയങ്കര ഇഷ്ടമെങ്കിൽ, ഞാൻ ജർമ്മൻ ഭാഷയാണ് പഠിക്കുന്നതെങ്കിൽ ജർമ്മൻ ഭാഷയിലുള്ള സിനിമകൾ കാണാൻ തയ്യാറായാൽ എനിക്ക് വളരെ വേഗം ആ ഭാഷയിലേക്ക് ഇറങ്ങിച്ചെന്ന് ആ ഭാഷ പഠിക്കാൻ വേണ്ടി സാധിക്കും. ഞാൻ പുസ്തകം വായിക്കാൻ ഇഷ്ടമുള്ള ഒരാളാണെങ്കിൽ ജർമ്മൻ മീഡിയത്തിലുള്ള കട്ടി കുറഞ്ഞ ബുക്കുകൾ മുതൽ മുകളിലേക്ക് വായിച്ചു തുടങ്ങിയാൽ വളരെ വേഗം ആ ഭാഷ പഠിക്കാൻ പറ്റും. അങ്ങനെ നമ്മുടെ ഇഷ്ടപ്പെട്ട മേഖലയെയും ഭാഷയെയും കണക്ട് ചെയ്ത് നമുക്ക് ഭാഷ വേഗം പഠിക്കാൻ വേണ്ടി സാധിക്കും. വേറൊരു സബ്ജക്റ്റിനും അല്ലെങ്കിൽ മറ്റൊരു സബ്ജക്റ്റിനും ഇത്തരത്തിലുള്ള ഒരു ഗുണമില്ല. ഇപ്പം നമ്മൾ സയൻസ് പഠിക്കാൻ വിചാരിച്ചാൽ നമുക്ക് നോവൽ വായിച്ചുകൊണ്ട് സയൻസ് പഠിക്കാൻ വേണ്ടി പറ്റില്ല. നമ്മൾ സിനിമ കണ്ടുകൊണ്ട് നമുക്ക് സയൻസ് പഠിക്കാൻ വേണ്ടി പറ്റില്ല. സയൻസ് പഠിച്ചുകൊണ്ട് മാത്രമേ നമുക്ക് സയൻസ് പഠിക്കാൻ വേണ്ടി സാധിക്കൂ എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ഒരു കാര്യം. ഇനി മൂന്നാമതായി ഒരു കാര്യം എനിക്ക് പറയാനുള്ളൊരു കാര്യം, നമുക്ക് ജർമ്മൻ ഭാഷ പഠിക്കുമ്പോഴുള്ള ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് നമുക്കിത് ജസ്റ്റ് പാസ്സായാൽ മതി എന്നുള്ളതാണ്. ജർമ്മനി പോകാൻ നിങ്ങൾക്ക് പാസ്പോർട്ട് കിട്ടാൻ നിങ്ങൾ ജർമ്മൻ ലാംഗ്വേജിൽ ഫസ്റ്റ് റാങ്ക് വാങ്ങേണ്ട ആവശ്യമില്ല. നിങ്ങളുടെ ക്ലാസ്സിലുള്ള മുഴുവൻ വിദ്യാർത്ഥികളെയും തോൽപ്പിച്ച് നിങ്ങൾ ഒന്നാമനാവേണ്ട ആവശ്യമില്ല. അല്ലെങ്കിൽ ഓൾ ഇന്ത്യ മെറിറ്റിൽ അല്ലെങ്കിൽ ഓൾ ഇന്ത്യ ലെവലിലുള്ളൊരു എക്സാമിൽ ക്രാക്ക് ചെയ്ത് മുന്നിൽ വരുന്നത് പോലെയുള്ള റാങ്ക് ലിസ്റ്റ് പട്ടികയിൽ നിന്ന് ഇടം പിടിക്കേണ്ട യാതൊരു ആവശ്യവുമില്ല. നിങ്ങൾ ജർമ്മൻ ലാംഗ്വേജ് ജസ്റ്റ് പാസ്സായോ, വേറെ ഏതെല്ലാം വിദ്യാർത്ഥികൾ പാസ്സായോ അവരോടൊപ്പം നിങ്ങൾക്കും ജർമ്മനിയിൽ പോകാനുള്ള അവസരമുണ്ട്. നിങ്ങൾ ചെയ്യേണ്ടത് ജർമ്മൻ ഭാഷ ജസ്റ്റ് പാസ്സായി ജർമ്മൻ ലാംഗ്വേജിൽ കമ്മ്യൂണിക്കേഷൻ സ്കില്ലുള്ള ഒരു വ്യക്തിയായി മാറിയാൽ നിങ്ങൾക്ക് തീർച്ചയായും ജർമ്മനിയിൽ പോകാനുള്ള അവസരമുണ്ട്. നിങ്ങളുടെ മുന്നിൽ 10 പേരുണ്ട്, 20 പേരുണ്ടെന്നുള്ളത് ഇതിലൊരു ഘടകവുമായ ഒരു കാര്യമല്ല. മറ്റൊരു കാര്യം എനിക്ക് പറയാനുള്ളത്, ജർമ്മൻ ലാംഗ്വേജ് നമുക്ക് പോകാൻ പറ്റുന്ന വിധത്തിലാണ് ഇത് തയ്യാറാക്കപ്പെട്ടിരിക്കുന്നത്. അതായത് 4 മൊഡ്യൂൾ പഠിക്കാനുണ്ട്: സ്പീക്കിംഗ്, റീഡിംഗ്, റൈറ്റിംഗ്, ലിസണിങ്. അപ്പോൾ നമുക്ക് ജർമ്മൻ ലാംഗ്വേജിൻ്റെ പരീക്ഷയിൽ നമുക്ക് ഓരോരോ മൊഡ്യൂളുകളായി പാസ്സാവാനുള്ള ഓപ്പർച്യൂണിറ്റി ഉണ്ട്. നമ്മളിപ്പോൾ ഒരു പരീക്ഷ പോയി എഴുതി 2 മൊഡ്യൂൾ പാസ്സായി,
രണ്ടെണ്ണം തോറ്റുപോയി എന്ന് വിചാരിക്കുക. നിങ്ങൾ രണ്ടാമത് പോയി പരീക്ഷ എഴുതുമ്പോൾ തോറ്റ 2 മൊഡ്യൂൾ മാത്രമേ നിങ്ങൾ എഴുതേണ്ടതുള്ളൂ, ജയിച്ചത് നിങ്ങൾ എഴുതേണ്ടതില്ല. രണ്ടാമത് പരീക്ഷ എഴുതിയപ്പോൾ 1 മൊഡ്യൂൾ പാസ്സായി 1 തോറ്റുപോയി. മൂന്നാമത് പരീക്ഷ എഴുതുമ്പോൾ ആ ഒരു തോറ്റ മൊഡ്യൂൾ മാത്രമേ എഴുതേണ്ടതുള്ളൂ. അങ്ങനെ ഓരോരോ മൊഡ്യൂളുകളായി പാസ്സായിക്കൊണ്ടും നമുക്ക് ജർമ്മനി പോകാനായിട്ടുള്ള ഓപ്പർച്യൂണിറ്റി ഉണ്ട്. മറ്റ് ലാംഗ്വേജ് റിലേറ്റഡ് ആയിട്ടുള്ള പരീക്ഷകൾക്കൊന്നും ഈ മേന്മയില്ല. നമ്മളിപ്പോൾ IELTS ആണെങ്കിലും OET ആണെങ്കിലും PT ആണെങ്കിലും ഒക്കെ നമ്മൾ എല്ലാ മൊഡ്യൂളുകളും ഒന്നിച്ച് പാസ്സായാലേ നമുക്ക് പാസ്സായതായിട്ട് പരിഗണിക്കുകയുള്ളൂ. ക്ലബിങ് ഓപ്ഷനൊക്കെ ഉണ്ടെങ്കിലും അതെല്ലാം വളരെ ഫലപ്രദമായി ക്ലബ് ചെയ്യാൻ പറ്റാത്ത വിധത്തിലാണ് ക്ലബിങ് ഓപ്ഷനുകളൊക്കെ ഉള്ളത്. അപ്പോൾ ജർമ്മൻ ലാംഗ്വേജ് എന്ന് പറയുന്നത് നമുക്ക് ഈസിയായി പഠിച്ച് ക്രാക്ക് ചെയ്യാൻ വേണ്ടി സാധിക്കുന്ന ഒന്നാണ്. കുട്ടികൾ ആലോചിച്ച് നോക്കുക, അവർ +2 എത്ര സബ്ജക്റ്റ് പഠിച്ചിട്ടാണ് +2 പാസ്സാവുന്നത്? മെയിൻ സബ്ജക്റ്റ് ഉണ്ട്, ലാംഗ്വേജ് പഠിക്കാനുണ്ട്, സെക്കൻഡ് ലാംഗ്വേജ് പഠിക്കാനുണ്ട്. ഇതെല്ലാം വെവ്വേറെ പരീക്ഷകൾ ക്രാക്ക് ചെയ്തിട്ടാണ് അവർ പാസ്സാവുന്നത്. +2 കഴിഞ്ഞ് അവർ വേറെ ഏത് സബ്ജക്റ്റ് പഠിക്കാൻ പോയാലും എത്ര സബ്ജക്റ്റുകൾ പഠിച്ച് പാസ്സായാലാണ് അവർ ആ കോഴ്സ് പഠിച്ച് പാസ്സാവുന്നത്? ഇത് കേവലം 8 മാസക്കാലം ജർമ്മൻ ലാംഗ്വേജ് എന്ന് പറയുന്ന ഒറ്റയൊരു സബ്ജക്റ്റ് മാത്രം പഠിച്ച് അത് ഈ പറയുന്ന വിധത്തിൽ റിലാക്സ്ഡായി പഠിച്ച് ഇനി തോറ്റുപോയാലും വീണ്ടും പഠിച്ച് പാസ്സായി ജർമ്മനി പോകാൻ ഓപ്പർച്യൂണിറ്റി ഉള്ളൊരു പ്രോഗ്രാമാണിത്. അപ്പം ഇത് ബുദ്ധിമുട്ടാണെന്ന് പറയാതെ ഇതിലേക്ക് ഇൻവോൾവ് ചെയ്ത് പഠിച്ച് പാസ്സാവാനാണ് വിദ്യാർത്ഥികൾ തയ്യാറാവേണ്ടത്. നിങ്ങൾ ഒറ്റയൊരു കാര്യം മാത്രം ഫോക്കസ് ചെയ്യേണ്ടതുള്ളൂ. ഈ ലാംഗ്വേജ് പഠിക്കുമ്പോൾ ഇത് പ്രാക്ടീസ് ചെയ്യാനും കൺസിസ്റ്റൻ്റായിട്ട് ഇതിൽ നിലനിൽക്കാനും നിങ്ങൾ തയ്യാറായാൽ നിങ്ങൾക്ക് ജർമ്മൻ ലാംഗ്വേജ് പഠിക്കാം, പാസ്സാവാം, ജർമ്മനിയിൽ പോകാൻ സാധിക്കും. കുട്ടികളുടെയും പേരൻസിൻ്റെയും പ്രധാനപ്പെട്ട വേറൊരു സംശയമാണ്, ഇൻ കേസ് എന്തെങ്കിലും റീസൺ കൊണ്ട് നാളെ നാട്ടിലേക്ക് തിരിച്ചു വരേണ്ടി വന്നാൽ ഹൗസ് ബിൽഡിംഗ് സർട്ടിഫിക്കറ്റ് കൊണ്ട് ഇവിടെ ജോലി ചെയ്യാൻ പറ്റുമോ? ആ സർട്ടിഫിക്കറ്റ് ജർമ്മനി അല്ലാണ്ട് മറ്റു രാജ്യങ്ങളിലൊക്കെ വാലിഡ് ആണോ എന്നുള്ളൊരു സംശയം കുറേ പ്രാവശ്യം ചോദിച്ചു കേട്ടിട്ടുണ്ട്. അതിനെക്കുറിച്ചൊന്ന് പറയാമോ? ഇത് കുറേ ആളുകൾ ചോദിക്കുന്നൊരു ചോദ്യമാണ്. ഹൗസ് ബിൽഡിംഗ് പഠിച്ച് ജർമ്മനിയിൽ ജോലി ചെയ്ത് കുറേ വർഷം കഴിഞ്ഞ് തിരിച്ച് നാട്ടിൽ വന്ന് ആ സർട്ടിഫിക്കറ്റ് ഉപയോഗിച്ച് ഇവിടെ ജോലി ചെയ്യാൻ പറ്റുമോ എന്നുള്ള കാര്യങ്ങളൊക്കെ ആളുകൾ ചോദിക്കുന്നതായിട്ട് കാണും. എനിക്ക് ഇതൊരു ബാലിശമായിട്ടുള്ള ചോദ്യമായിട്ടാണ് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുള്ളത്. ഒന്നാമത്തെ കാര്യം, ജർമ്മനി എന്ന് പറയുന്ന ഒരു രാജ്യത്ത് പോയി ജീവിച്ച് അവിടെ മാസം 5 ലക്ഷം രൂപ വരുമാനം നേടി ജോലി ചെയ്ത് ആ നാട്ടിൽ PR-ഉം സിറ്റിസൺഷിപ്പും ഒക്കെ നേടിയ ഒരാൾ പിന്നീട് തിരിച്ച് നമ്മുടെ നാട്ടിൽ വന്ന് 15,000 രൂപയ്ക്കും 20,000 രൂപയ്ക്കും ജോലി ചെയ്യുക എന്ന് പറയുന്നത് സ്വാഭാവികമായിട്ടും സാധിക്കുന്ന, അല്ലെങ്കിൽ ആളുകൾ അങ്ങനെ ചിന്തിക്കുന്നത് ഒരു കാര്യമല്ല. ഇപ്പോഴത്തെ ഒരു സാഹചര്യം വെച്ചിട്ടാണ് ആളുകൾ അങ്ങനെ ചിന്തിക്കുന്നതെന്നുള്ളതാണ് ഒന്നാമത്തെ ഉത്തരമെന്ന് പറയുന്നത്. രണ്ടാമതായിട്ട് എനിക്ക് പറയാനായിട്ടുള്ളൊരു കാര്യം, തീർച്ചയായും നിങ്ങൾ ജർമ്മനിയിൽ ഹൗസ് ബിൽഡിംഗ് പ്രോഗ്രാമോ ഏത് പ്രോഗ്രാമോ ചെയ്താലും, അല്ലെങ്കിൽ ഏത് രാജ്യത്ത് പോയി ഏത് പ്രോഗ്രാം ചെയ്താലും നാട്ടിൽ തിരിച്ചു വന്ന് ആ പ്രോഗ്രാം ഉപയോഗിച്ച് ജോലി ചെയ്യണമെങ്കിൽ പല വിധത്തിലുള്ള മാനദണ്ഡങ്ങളുണ്ട്. ഉദാഹരണത്തിന് പറയുകയാണെങ്കിൽ, നമ്മളൊരു പ്രോഗ്രാം ചെയ്ത് നമുക്ക് ലൈസൻസ്ഡ് ആയിട്ടുള്ള ജോലികൾ, അല്ലെങ്കിൽ നമുക്ക് ഏത് രാജ്യത്ത് എന്ത് പഠിച്ചാലും നാട്ടിൽ വന്ന് ജോലി ചെയ്യാനായിട്ടുള്ള കാര്യമുണ്ട്. ഇപ്പം നമ്മൾ UK-യിലോ ഏതെങ്കിലും ഒരു രാജ്യത്ത് പോയി MBA പഠിച്ചു, നമുക്ക് നാട്ടിൽ വന്ന ഒരു പ്രൈവറ്റ് സ്ഥാപനത്തിൽ ജോലി ചെയ്യണമെങ്കിൽ നമുക്ക് ആ MBA ഉപയോഗിച്ച് ജോലി ചെയ്യാൻ വേണ്ടി സാധിക്കും. അതേ സമയത്ത് ഗ്രാജുവേഷൻ ബേസിക് ആയിട്ട്, അല്ലെങ്കിൽ പോസ്റ്റ് ഗ്രാജുവേഷൻ ബേസിക് ആയിട്ടുള്ള ഒരു ക്വാളിഫിക്കേഷൻ ഉള്ള ഒരു PSC പരീക്ഷ എഴുതണമെങ്കിൽ നമുക്ക് ആ ക്വാളിഫിക്കേഷൻ ഉപയോഗിച്ച് പരീക്ഷ എഴുതാൻ വേണ്ടി സാധ്യമല്ല. അതായത് നമ്മൾ ലോകത്തിലെ ഏറ്റവും പ്രശസ്തമായിട്ടുള്ള ഓക്സ്ഫോർഡിലോ അല്ലെങ്കിൽ കേംബ്രിഡ്ജിലോ ഹാർവാർഡിലോ ഒക്കെ പഠിച്ചൊരു വിദ്യാർത്ഥി ഏറ്റവും ക്വാളിറ്റിയുള്ള ഡിഗ്രിയോ മാസ്റ്റേഴ്സോ ഒക്കെ എടുത്തു വന്ന് കേരളത്തിൽ വന്ന് ഇവിടുത്തെ ഒരു PSC പരീക്ഷ എഴുതണമെന്ന് ചോദിച്ചാൽ അത് നമ്മുടെ ഡിഗ്രിയുമായി ഈക്വലൻ്റ് അല്ല എന്ന് പറഞ്ഞ് നമുക്ക് പലപ്പോഴും പരീക്ഷ എഴുതാൻ വേണ്ടി സാധിക്കില്ല എന്നുള്ളതാണ് ഒരു പ്രധാനപ്പെട്ട കാര്യം. അപ്പം ഈക്വലൻസി എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അപ്പോൾ നമ്മൾ വിദേശത്തെ ഒരു വിദ്യാഭ്യാസത്തിന് നമ്മുടെ വിദ്യാഭ്യാസത്തിന് ഈക്വലൻ്റായിട്ട് നമ്മുടെ ഗവൺമെൻറ് പരിഗണിക്കുന്ന ഘട്ടത്തിലാണ് നമ്മൾ ഈക്വലൻസി പ്രൂവ് ചെയ്യാതെ നമുക്ക് നേരിട്ട് ആ കോഴ്സിന് ചേർന്ന്, അല്ലെങ്കിൽ ആ കോഴ്സിനെ ബേസ് ചെയ്തിട്ടുള്ള ജോലിക്ക് പ്രവേശിക്കാൻ വേണ്ടി സാധിക്കുന്നത്. ഹൗസ് ബിൽഡിംഗ് പ്രോഗ്രാമിനെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ ഹൗസ് ബിൽഡിംഗ് നേഴ്സിംഗ് എന്ന് പറയുന്നൊരു പ്രോഗ്രാമാണെങ്കിൽ അതൊരു ലൈസൻസ്ഡ് ആയിട്ടുള്ള ജോബ് ഉള്ളൊരു പ്രോഗ്രാമാണ്. അതായത് നമ്മൾ നേഴ്സിംഗ് പഠിച്ചാൽ, ഏത് രാജ്യത്തെ നേഴ്സിംഗ് പഠിച്ചാലും വേറെ രാജ്യത്ത് പോയി നേഴ്സിംഗ് ജോലി ചെയ്യണമെങ്കിൽ ആ രാജ്യത്തെ ക്വാളിഫയിങ് ലൈസൻസ് നേടിയാൽ മാത്രമേ നമുക്കവിടെ നേഴ്സായിട്ട് ജോലി ചെയ്യാൻ വേണ്ടി സാധിക്കുകയുള്ളൂ. ഇപ്പോൾ നമ്മുടെ നാട്ടിലെ നേഴ്സുമാർ ജർമ്മൻ ലാംഗ്വേജ് പഠിച്ച് ജർമ്മനിയിൽ രജിസ്റ്റേർഡ് നേഴ്സ് ആകാൻ വേണ്ടി പോയാൽ അവിടെ കനഡീസ് പ്രൂഫിംഗ് എന്ന് പറയുന്ന ഒരു എക്സാം എഴുതി അവർ ക്വാളിഫൈ ചെയ്താൽ മാത്രമേ അവിടെ രജിസ്റ്റേർഡ് നേഴ്സായിട്ട് വർക്ക് ചെയ്യാൻ വേണ്ടി സാധിക്കുകയുള്ളൂ. ഉദാഹരണത്തിന് നമ്മുടെ നാട്ടിൽ നിന്ന് ഒട്ടനവധി വിദ്യാർത്ഥികൾ ജോർജിയയിലും മറ്റ് രാജ്യങ്ങളിലും പോയി MBBS പഠിക്കുന്നുണ്ട്. അവർ നാട്ടിൽ വന്നൊരു ഡോക്ടറായിട്ട് ജോലി ചെയ്യണമെങ്കിൽ നമ്മുടെ മെഡിക്കൽ കൗൺസിലിൻ്റെ ക്വാളിഫയിങ് എക്സാം പാസ്സായി
അവരൊരു ലൈസൻസ്ഡ് ഡോക്ടറായാൽ മാത്രമേ നമ്മുടെ നാട്ടിൽ ജോലി ചെയ്യാൻ വേണ്ടി സാധിക്കുകയുള്ളൂ. അപ്പം ലൈസൻസ് ആവശ്യമായിട്ടുള്ള എല്ലാ ജോലികളും ഒരു രാജ്യത്ത് നിന്ന് വേറെ രാജ്യത്ത് പോയി ചെയ്യണമെങ്കിൽ ആ രാജ്യത്തെ ലൈസൻസിങ് പരീക്ഷ പാസ്സായാൽ മാത്രമേ അവർക്ക് ആ ജോലി ചെയ്യാൻ വേണ്ടി സാധിക്കുകയുള്ളൂ. അതുപോലെ തന്നെ ഈക്വലൻസി പ്രൂവ് ചെയ്യേണ്ട പ്രോഗ്രാമുകളെല്ലാം തന്നെ ഒരു രാജ്യത്തെ പഠനം പൂർത്തിയാക്കി വേറെ രാജ്യത്ത് പോയി പഠിക്കണമെങ്കിൽ ഈ രാജ്യത്തെ പഠനത്തെ ആ രാജ്യത്തെ ക്വാളിഫയിങ് പഠനവുമായി ഈക്വലൻസി ഉണ്ടെങ്കിൽ മാത്രമേ അവിടെ ഫർദർ പഠനത്തിന് വേണ്ടി അവസരമുള്ളൂ. അപ്പോൾ ഹൗസ് ബിൽഡിംഗ് പ്രോഗ്രാം പഠിച്ച് ഒരു വിദ്യാർത്ഥി നമ്മുടെ നാട്ടിൽ വന്ന് ജോലി ചെയ്യണമെങ്കിൽ ആ വിദ്യാർത്ഥി ലൈസൻസ്ഡ് ആയിട്ടുള്ള ഒരു ജോലിക്കാണ് ഇവിടെ വന്ന് ചെയ്യുന്നതെങ്കിൽ അവർ തീർച്ചയായും ആ ക്വാളിഫയിങ് എക്സാം പാസ്സാവണം. അവർ ഫർദർ സ്റ്റഡീസിനാണ് ആലോചിക്കുന്നതെങ്കിൽ അവർ ഈക്വലൻസി പ്രൂവ് ചെയ്യണം. അതല്ലാത്ത എല്ലാ ജോലിയും പഠനവും അവർക്ക് ഡയറക്റ്റായിട്ട് ചെയ്യാനുള്ള ഓപ്പർച്യൂണിറ്റി ഉണ്ട്. പക്ഷേ മാതാപിതാക്കളോടും കുട്ടികളോടും എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ ഇത്ര ഗഹനമായ കാര്യങ്ങളിലേക്കൊന്നും ചിന്തിക്കേണ്ട ആവശ്യമില്ല. നമ്മുടെ രാജ്യത്തെ സാഹചര്യത്തിൽ നിന്ന് 30-40 വർഷം മുന്നിൽ സഞ്ചരിക്കുന്ന ഡെവലപ്ഡ് ആയിട്ടുള്ളൊരു കൺട്രിയിൽ പോയി ജോലി ചെയ്ത് വരുമാനം നേടി അവിടെ PR സിറ്റിസൺഷിപ്പും കിട്ടാൻ അർഹതയുള്ള ഒരാൾ പിന്നീട് നാട്ടിൽ വന്ന് ജോലി ചെയ്യുക എന്നൊക്കെ പറയുന്നത് തികച്ചും സാധാരണഗതിയിൽ സാധ്യമായിട്ടുള്ള അല്ലെങ്കിൽ സാധാരണഗതിയിൽ സംഭവിക്കുന്ന ഒരു കാര്യമല്ല. അതുകൊണ്ട് അതിനെപ്പറ്റിയൊന്നും ആലോചിക്കാതിരിക്കുന്നതാണ് ഏറ്റവും നല്ലതെന്നാണ് എനിക്ക് പറയാനുള്ളത്.